നമസ്കാരം. പരദേവതാ ക്ഷേത്രങ്ങൾ എങ്ങനെ സമ്പൂർണ്ണ ചൈതന്യത്തിലെത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. നമ്മൾ ചില ദേവസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ അപൂർവമായ ഒരു ഐശ്വര്യ ചൈതന്യ പൂർണ്ണതയും ഒരു ആനന്ദമയമായ അന്തരീക്ഷവും നമുക്ക് അനുഭവപ്പെടാനായിട്ട് കഴിയും. എന്നാൽ ചില ആരാധനാസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ചലനവുമില്ലാത്ത മൂകമായ ഒരു അന്തരീക്ഷം, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത ഒരു അന്തരീക്ഷം നമുക്കവിടെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓരോ ക്ഷേത്രങ്ങളിലുമുള്ള ഉപാസന അനുഷ്ഠാന ചൈതന്യമാണ് അവിടെ പരിലസിക്കുന്ന മേൽപ്പറഞ്ഞ അനുഭവങ്ങളുടെ കാരണമെന്ന് കാണാം. ആചാര്യ തപസ്സാംനായ ജപേന നിയമേന ച ഉത്സവാദന്നദാനേന ക്ഷേത്രവൃദ്ധിസ്ഥു പഞ്ചധ. പ്രതിഷ്ഠിക്കുന്ന ആചാര്യന്റെ തപസ്സിന്റെ ബലം, അവിടുത്തെ ആംനായ പ്രക്രിയ, നിയമങ്ങളുടെ പ്രാധാന്യം, ജപാനുഷ്ഠാനങ്ങളുടെ ചൈതന്യം, അതോടൊപ്പം അവിടെ കൃത്യനിഷ്ഠയോടുകൂടി നടത്തപ്പെട്ടു പോരുന്ന ഉത്സവാദി ക്രിയകളുടെ ഗുണങ്ങൾ, അന്നദാനം, ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ പരദേവതാ ക്ഷേത്രങ്ങളുടെ പൊതുവായ സ്വഭാവത്തെ നിങ്ങൾ നിരീക്ഷിക്കുക. സാധകനും ഭക്തനുമായ ഒരാൾ ഒരു 10 ദിവസം, കുറഞ്ഞതൊരു 5 ദിവസമെങ്കിലും ഒരു ക്ഷേത്രത്തിലെത്തി ദർശനം കഴിഞ്ഞതിന് ശേഷം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ശാന്തമായൊരു സ്ഥലത്ത് ഒരു നാഴിക നേരം, അതായത് 24 മിനിറ്റ് നേരമെങ്കിലും കുറഞ്ഞത് നിശബ്ദമായി നിശ്ചിന്ത മനസ്സോടുകൂടി ഇരിക്കുക. കൂടുതലൊന്നും ആലോചിച്ചു കൂട്ടാതെ, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ, സംസാരമൊക്കെ നിർത്തി ആ പരിസരത്തിരിക്കുക. നിങ്ങൾക്ക് അവിടുത്തെ ചൈതന്യസ്ഥിതി, അവിടുത്തെ ഒരു പ്രഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ചെങ്കിലും നാമജപം, സാധന, പുരാണപാരായണം ഇതൊക്കെ ഉള്ളയാളാണെങ്കിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവിടുത്തെ പൂജാപ്രഭാവം കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാകും. അതാണ് സാധനയുടെ ഗുണം. എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. സാധന ചെയ്യുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ, പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടുത്തെ ഉത്തരവാദിത്വമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ കുറവുകൾ പരിഹരിക്കാൻ ഉടൻ തന്നെ ആവശ്യമായ കാര്യങ്ങളിലേക്ക് എത്താവുന്നതാണ്. പ്രതിഷ്ഠാ സമയത്ത് ആരംഭകാലത്ത് ഉള്ള അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക. പടിത്തരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുടെ സമയത്ത് എന്തൊക്കെ നിത്യപൂജാ വിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള നിശ്ചയത്തിനെയാണ് പടിത്തരം എന്ന് പറയുന്നത്. പടിത്തരം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് പരിശോധിക്കുക, ഉറപ്പുവരുത്തുക. പിന്നെ നിവേദ്യാദി കാര്യങ്ങൾ, ക്ഷേത്ര അനുഷ്ഠാന സംബന്ധമായ കാര്യങ്ങൾ, ക്ഷേത്രത്തിനുള്ളിലെ ആചാര കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നു പോകുന്നുണ്ടോ എന്ന് വ്യക്തത വരുത്തുക. ഏതെങ്കിലും ചിന്താക്കുഴപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായും കൃത്യമായും വളരെ സൂക്ഷ്മമായ താമ്പൂലരാശി പ്രശ്നം നടത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ കുടുംബ പരദേവതാ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റൊരു ആരാധനയുടെയും ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ
എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും പുരോഗതിയും വന്നു ചേരുന്നതാണ്.